ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ് വെക്കുന്നത്, ക്യാപ്സിക്കം കൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ക്യാപ്സിക്കം കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തോട് ചേർത്ത് കൊടുക്കാം. സ്ക്വയറായിട്ടാണ് ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലൈറ്റായിട്ട് ഇതിൻ്റെ ഒരു കളർന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അപ്പോൾ ഇതിൻ്റെ കളർന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇത് മാറി വരുന്നവരെ ഈ എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്ത് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി ഇതിൻ്റെ എണ്ണ തെളിയുന്നതിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇത് മാറുന്നവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും നമ്മുടെ സവാളയും കൂടെ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ച് വെച്ചത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ എണ്ണയൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് ഒരു കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.